അപ്പോൾ മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റിംഗ് ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നിക്സ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്, ടാർഗറ്റ് കോസ്റ്റിംഗ്. ഒക്കെയാണ് എന്ത് ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാറുള്ളത് ഓർഗനൈസേഷനിൽ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആ വേർഡിൽ തന്നെ ഉണ്ട് അതെന്താണെന്നുള്ളത്. അതായത് കോസ്റ്റ് ആർ അസറ്റൈൻഡ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻക്വയർഡ്, ഒക്കർ ചെയ്തതിന് ശേഷം, അതായത് പ്രൊഡക്റ്റായി മാറിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് റെക്കോർഡ് ഓൺലി ദ കോസ്റ്റ് വിച്ച് ഹാവ് ബീൻ ഇൻക്വേർഡ് ഇൻ ദി പാസ്റ്റ്. അതായത് ഒരു പാനിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പാനിന് യൂസ് ചെയ്തതിന് ശേഷം. ഓക്കെ. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റിംഗ് ആണ്. നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യാണ്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ആക്ച്വൽ കോസ്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 രൂപ എന്നുള്ളത് നമ്മൾ ഓരോ റോ മെറ്റീരിയലും അതിൻ്റെ വർക്കിംഗ് എല്ലാ പ്രോസസ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 10 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ 10 രൂപ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓരോന്നും കോസ്റ്റുകൾ, മെറ്റീരിയലിന് വേണ്ടതും ലേബർ ചാർജ് വരുന്നതും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ 10 രൂപ ആയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ ആക്ച്വൽ കോസ്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റിന് എത്ര വരുന്നുള്ളൂ, 8 രൂപ വരുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് അത് തമ്മിൽ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഈസ് നോൺ ആസ് വേരിയൻസ്. അപ്പോൾ ഇവിടെ 2 ഡിഫറൻസ് വന്നു. 10 രൂപ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കൊടുത്തു, പക്ഷേ 8 രൂപയായിട്ടുള്ളൂ. ദാറ്റ്സ് വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, 2 രൂപയാണ്. അങ്ങനെ കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ടു പ്രൊഡക്റ്റ് ഓപ്പറേഷൻ ആൻഡ് പ്രോസസ്സ്. അതായത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ കോസ്റ്റ് ടെക്നിക്ക് വിച്ച് ക്യാൻ ബി വേരിഡ് അക്കോർഡിംഗ് ടു ദി ഇൻക്രീസിങ് ദ പ്രൊഡക്ഷൻ പെർ യൂണിറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേരി ചെയ്യുന്നതിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദ ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലയബിലിറ്റി, ഇത്തരം കോസ്റ്റിങ്ങിനെയാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ പ്രൊഡക്റ്റ്, സർവീസ്, ജോബ്സ് ഇത്തരം ചാർജ് ചെയ്യുന്ന കോസ്റ്റുകളെയാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ്. 2 കോസ്റ്റുകളും, അതായത് വേരിയബിൾ കോസ്റ്റ് ഉണ്ടായിരിക്കും, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും ചാർജ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ജോബ് ആണെങ്കിലും പ്രോസസ്സ് ആണെങ്കിലും ഒക്കെ ബോത്ത് വേരിയബിൾ പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് യൂണിഫോം കോസ്റ്റിംഗ്. യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെൻ ദ സെവറൽ ഫേം അണ്ടർടേക്കിംഗ് ദ യൂസ് ഓഫ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ആർ ടു ബി അണ്ടർടേക്കൻ. അതായത് സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസസ്, മെത്തേഡ്സ് ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിനെയാണ് ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യും. യൂണിഫോം, കഴിഞ്ഞ വർഷം ഈ വർഷം ഇനി വരാനുള്ളതൊക്കെ ഒരേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് കമ്പയറിംഗ് ദ കോസ്റ്റ് ഓഫ് 2 ആൾട്ടർനേറ്റീവ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസൈഡിങ് വിച്ച് ആൾട്ടർനേറ്റീവ് ഈസ് ദ ബെസ്റ്റ്. അതായത് നമുക്ക് കോസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, 2 or 3 ഓപ്ഷൻസ് ഉണ്ടാകുകയും ആ 3 പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും അതിൽ ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്.
ദെൻ അനദർ വൺ ഈസ് ദ ടാർഗറ്റ് കോസ്റ്റിംഗ്. ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ടെക്നിക് ടു കൺട്രോൾ ദ കോസ്റ്റ് ഇൻ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റൽ എ പ്രൊഡക്റ്റ്. അതായത് ഒരു ഫേം ഫോക്കസ് ചെയ്യുന്നത് വാട്ട് വിൽ ഇറ്റ് സെൽ അറ്റ് വിച്ച് പ്രൈസ് ആൻഡ് ദെൻ ഇറ്റ് പ്ലാൻ ടു പ്രൊഡ്യൂസ് ദി പ്രൊഡക്റ്റ്. നമ്മൾ ടാർഗറ്റ് ചെയ്യാണ്, എന്നിട്ട് അതിൻ്റെ ബേസിൽ കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്.